ക്ഷേത്രങ്ങളിലും പൂരങ്ങൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്നതിന് സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് ആനകളെ എഴുന്നള്ളിക്കാവൂ. വീഴ്ച വരുത്തിയാൽ പൂരങ്ങളുടെ സംഘാടകർക്കും ആന ഉടമകൾക്കും എതിരെ കോടതിയലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കും. മതിയായ അനുമതിയില്ലാതെ പൂരങ്ങൾക്കും ക്ഷേത്രങ്ങളിലും എഴുന്നള്ളിക്കുന്ന ആനകൾ പീഡനത്തിനിരയാകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ആനകളെ ഉത്സവങ്ങൾക്കും ക്ഷേത്രങ്ങളിലും എഴുന്നള്ളിക്കുന്നതിന് കൃത്യമായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും നിലവിലുണ്ട്. ഇവ പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് ആനകൾ പീഡനത്തിനിരയാകുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കിയാലേ ആനകളെ എഴുന്നള്ളിക്കാൻ അനുവദിക്കൂ. വീഴ്ച വരുത്തിയാൽ പൂരങ്ങളുടെ സംഘാടകർക്കും ആനകളുടെ ഉടമസ്ഥർക്കുമെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കും. മതപരമായ വിഷയമായതിനാൽ ഹർജിയിൽ കൂടുതൽ വിശദമായ ഇടക്കാല ഉത്തരവ് ഇറക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു. അതേസമയം തൃശൂർ പൂരത്തിനിടെ ആനകൾക്ക് ക്രൂരപീഡനമേറ്റുവെന്ന ദേശീയ മൃഗപരിപാലന ബോർഡിന്റെ റിപ്പോർട്ടിനെ കേരളം സുപ്രീം കോടതിയിൽ എതിർത്തു. ബോർഡിന്റെ കണ്ടെത്തലുകളിൽ ചിലത് ശരിയല്ല. വിശദമായ മറുപടി നൽകാൻ അവസരം നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറും വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് അറിയിച്ചു. ജൂലൈ 28-ന് ഹർജികൾ കോടതി വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ, ദില്ലി.